ഹലോ. സാർ നമസ്കാരം. തോമസ് ആയിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന. തോമസ പറയൂ, എന്താണ്? സാർ എന്റെ മദറിന് 12 വർഷക്കാലം മറ്റു ഷുഗർ ഉണ്ടായിരുന്നേ. അപ്പൊ അതിൽ പുള്ളിക്കാരി ഇപ്പൊ കണ്ണിന് ചെറിയൊരു മങ്ങലും അതേപോലെ തന്നെ ചെറിയ അസ്വസ്ഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കാഴ്ചക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാനായിട്ടായിരുന്നു. ഓക്കെ ഓക്കെ. എത്ര വർഷമായിട്ട് ഷുഗർ ഉണ്ട്? ഏകദേശം ഒരു 10-11 വർഷമായിട്ടുണ്ട്. 11 വർഷമായിട്ടുണ്ട് അല്ലേ? ശരി ശരി. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ ഈ ഷുഗർ ഒരു 10 വർഷത്തിന് മേലെ ആവുമ്പോൾ നമുക്ക് 3 കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ട് കണ്ണിനെ ബാധിക്കുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ നമ്മളുടെ കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി, അതേപോലെ ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഒരു 10 വർഷത്തിന് ശേഷം സാധാരണഗതിയിൽ ഷുഗർ രോഗികൾക്ക് വരാറുള്ളതാണ്. അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗർ പോകുന്ന വ്യക്തികൾക്ക് അതിന് നേരത്തെയും വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് കൃത്യമായിട്ട് നോക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് നമ്മളെ കണ്ണിനെ ഒരു റെറ്റിനൽ എക്സാമിനേഷൻ ചെയ്താലേ നമുക്ക് കണ്ണിൻ്റെ അവസ്ഥ നോക്കാൻ പറ്റുള്ളൂ. ഇത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള അവസ്ഥയായിരിക്കും. കാഴ്ചക്കുറവ് പറയുന്നുണ്ടോ? കാഴ്ചക്കുറവും അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നടക്കുന്ന സമയത്ത് ഭയങ്കര ബ്ലറായിട്ട് തോന്നുന്നുണ്ട്. പറയുന്നുണ്ട് അല്ലേ? ശരി. അപ്പോൾ ഒന്ന് ഡയറക്റ്റ് ഒന്ന് വന്നിട്ടേ നമുക്കൊന്ന് റെറ്റിനൽ എക്സാമിനേഷൻ ചെയ്യണം. അതോടൊപ്പം നമുക്ക് ബാക്കിയുള്ള ബോഡിയിലുള്ള മറ്റ് ഞരമ്പുകളിലേക്ക് ഇത് ബാധിക്കുന്നതിലേക്കും നീങ്ങുന്നതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. കണ്ടില്ലേ, തുടക്കത്തിലേക്ക് തന്നെ കണ്ടെത്തി നിയന്ത്രിക്കേണ്ട ഒരു അസുഖമാണ് ഡയബറ്റിസ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നാഡീഞരമ്പുകളെയും അവയവങ്ങളെയും നശിപ്പിക്കുന്ന ഒരു സ്ലോ ക്യാൻസറാണ് ഡയബറ്റിസ്. സൈഡ് ഇഫക്റ്റുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഡയബറ്റിസിനെ ആയുർവേദത്തിലൂടെ പ്രതിരോധിക്കാം.